നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇതിനകത്തെ ഏഴാമത്തെ പോയിന്റ് വരെയായിരുന്നു. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ക്ലാസ്സിൽ ഇല്ലാത്തവർ അതിൻ്റെ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ പറഞ്ഞപ്പോൾ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ പറഞ്ഞിരുന്നു. വാട്ട് ഈസ് ദ യൂസ്ഫുൾനെസ് ഓഫ് കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ, ഇതിൻ്റെ ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് നോക്കാം. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ഇവിടം വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, എന്താണ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ? ഇതാണ് പ്രൊജക്ഷൻ ഓപ്പറേറ്ററിൻ്റെ എക്സ്പ്രഷൻ. ജനറലി ഈ ടൈപ്പ് ഇതാണ് അപ്പോൾ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ വരിക. ടോട്ടൽ ദ സമ്മേഷൻ ഓഫ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ഓവർ ഓൾ പോസിബിൾ ഐഗൻ സ്റ്റേറ്റ്സ് ഈസ് 0. അതേപോലെ ഇതൊരു ഓപ്പറേറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു തരം റൊട്ടേഷൻ ഓപ്പറേറ്ററാണ്. ഒരു ജനറൽ കെറ്റിൻ്റെ ഡയറക്ഷൻ ബീറ്റ എന്നുള്ള ബേസിസ് കെറ്റിൻ്റെ ഡയറക്ഷനിൽ ആൽഫ എന്നുള്ള ബേസിസ് കെറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്ററിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസ്ഫുൾനെസ് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് an operator, how to represent an operator A in its own eigenbasis. ഇതിനെക്കുറിച്ച് ഈ വേർഡ് ഐഗൻ ബേസിസ് എന്നുള്ള വാക്ക് ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നു. ഒരു ഓപ്പറേറ്ററിനെ അതിൻ്റെ തന്നെ ഐഗൻ കെറ്റ്സ് നമ്മൾ ഓപ്പറേറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെർമിഷ്യൻ ഓപ്പറേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്ററിനെ അതിൻ്റെ തന്നെ ഐഗൻ കെറ്റ്സിൽ, ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് ഒരു കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് ജനറൽ വെക്ടറിനെയും ഇതിനെ ബേസിസ് കെറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഞാനിതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, AI. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും നമ്മൾ കണ്ടിരുന്നു. അത് ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്ററിനെ നമുക്ക് ഇതിൻ്റെ തന്നെ ഐഗൻ കെറ്റ്സിൽ, അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹിൽബർട്ട് സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഓപ്പറേറ്ററിനെ ഇതിൻ്റെ തന്നെ ഐഗൻ കെറ്റ്സിൽ അല്ലെങ്കിൽ ഐഗൻ ബേസിസിൽ, ആ ഐഗൻ കെറ്റ്സിനെ നമ്മൾ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യാൻ നമുക്ക് അതിന് ഐഗൻ ബേസിസ് എന്ന് വിളിക്കാം. ഇത് ഒരു ഓപ്പറേറ്ററിനെ അതിൻ്റെ തന്നെ ഐഗൻ കെറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഇത് അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഒരു ഓപ്പറേറ്ററിനെ ഞാൻ ഇങ്ങനെ എഴുതി, ഐഡൻറ്റിറ്റി ടൈംസ് ദ ഓപ്പറേറ്റർ എന്ന് എഴുതി. ഈ ഐഡൻറ്റിറ്റിയുടെ സ്ഥാനത്ത് ഞാൻ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഏത് കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ? നമുക്കറിയാം ഇത് ഹെർമിഷ്യൻ ഓപ്പറേറ്ററാണ്. ഇതിൻ്റെ ഐഗൻ കെറ്റ്സ് കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഐഗൻ കെറ്റ്സിൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ എ കെറ്റ് വെക്ടർ എ ബ്രാ വെക്ടർ എ, ദിസ് വിൽ ബി ഐഡൻറ്റിറ്റി. അതായത് ഐഡൻറ്റിറ്റിയുടെ സ്ഥാനത്ത് ഞാൻ ഇത്രയും ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുകളിൽ കംപ്ലീറ്റ്നെസ് ഒരു ബേസിസ് കംപ്ലീറ്റ് ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ പറഞ്ഞല്ലോ. നമ്മളതിനെ എല്ലാ ബേസിസ് സ്റ്റേറ്റ്സിലും ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റർ, പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമ്മൾ സം ചെയ്താൽ കെറ്റായി ബ്രാവെക്ടറായി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടണം. അപ്പോൾ അത് കെറ്റായി ബ്രാവെക്ടറായി എന്നുള്ളതിന് പകരം ഞാൻ കെറ്റ് എ ബ്രാവെക്ടർ എന്ന് എഴുതിയേ ഉള്ളൂ, സമ്മേഷൻ ഓവർ എ. അല്ലെങ്കിൽ നമുക്കിവിടെ സമ്മേഷൻ ഓവർ ആയി കെറ്റ് എ ഐ ബ്രാവെക്ടർ എ എന്ന് എഴുതാം, അങ്ങനെയും എഴുതാം. ഓക്കെ, സോ മേ ബി I will write like that. നമ്മൾ ഐഗൻ ബേസിസ് ചൂസ് ചെയ്ത് ഇങ്ങനെയാണല്ലോ, കെറ്റ് എ ഐ, സെറ്റ് ഓഫ് കെറ്റ് എ ഐ എന്നാണല്ലോ. അതായത് A1 A2 A3 എക്സെട്ര AI എന്നാണല്ലോ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് നമുക്കിവിടെ സമ്മേഷൻ ഓവർ എ എന്ന് കൊടുക്കുന്നതിന് പകരം സമ്മേഷൻ ഓവർ ഐ എന്ന് കൊടുത്താലും മതി. ഇവിടെ AI എന്ന് സഫിക്സ് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്ത് ഓപ്പറേറ്റർ വരും എ. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത, ഈ ബേസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബേസിസ് അല്ല, ഇത് ഈ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് ആണ്. അതായത് എ ആക്ടിങ് ഓൺ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഐഗൻ വാല്യൂ AI ടൈംസ് കെറ്റ് AI ആണ് കിട്ടുക.
ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഈ ടേം നിങ്ങൾ നോക്കുക. ഇവിടെ ഇതെന്താണ് സംഭവിക്കുക? നമ്മൾ ഇങ്ങനെ എഴുതിയാൽ ബ്രാ വെക്ടർ എ ഐയുടെ മേലെ ഈ ഓപ്പറേറ്റർ എ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? അപ്പോൾ ഈ സമയത്തും ഈ ഓപ്പറേറ്റർ എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഐഗൻ വാല്യൂസ് റിയൽ ആണ്. അപ്പം നമ്മളത് കെറ്റ് സൈഡിൽ നമുക്കറിയാം ഹെർമീഷ്യൻ ഓപ്പറേറ്റർ പ്രത്യേകത കെറ്റ് സൈഡിൽ ആക്ട് ചെയ്താലും ബ്രാ വെക്ടർ സൈഡിൽ ആക്ട് ചെയ്താലും സെയിം റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക ഇങ്ങനെ തന്നെയാണ്. ബ്രാ വെക്ടർ എ ഐ ഐഗൻ വാല്യൂ എ ഐ തന്നെയാണ് വരിക. ഓക്കെ. ഐഗൻ വാല്യൂസ് റിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റിസൾട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സം ഓവർ എ ഐ കെറ്റ് എ ഐ ബ്രാ വെക്ടർ എ ഐ ഇൻറ്റു ഐഗൻ വാല്യൂ എ. മേ ബി ആ ഐഗൻ വാല്യൂ എ ഞാൻ ആദ്യം എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ എ നമ്മൾ അതിൻ്റെ തന്നെ ഐഗൻ ബേസിസിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാവും. ഓക്കെ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വളരെ സിമ്പിളായിട്ട് വരും. വളരെ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ആയിട്ട് വരും. അത് മെട്രിക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് വരിക. ഓക്കെ. സോ ഇത് ഇപ്പം നമ്മളിവിടെ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കണ്ടു. ഇനി വേറൊന്ന്, ഒരു വെക്റ്റർ ഒരു ജനറൽ കെറ്റ് നോർമലൈസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷൻ നോക്കാം. Normalization condition of a ket vector. ഓക്കെ. ഇപ്പോൾ ഒരു ജനറൽ കെറ്റ് വെക്ടർ ആൽഫ നോർമലൈസ്ഡ് ആണ്. കെറ്റ് ആൽഫ നോർമലൈസ്ഡ് ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. ബ്രാ വെക്ടർ ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ ആൽഫ കെറ്റ് വെക്ടർ ആൽഫ ഈസ് ഐഡൻറ്റിറ്റി. സോറി, ദിസ് ഇസ് ഈക്വൽ ടു 1. നോം 1 ആവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നോമിൻ്റെ സ്ക്വയർ ആണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇത് 1 ആയിരിക്കും. ഐഡൻറ്റിറ്റി എന്നല്ല 1. ഇനി ഞാനിവിടെ ചെയ്യുന്നത് വീണ്ടും ഈ ബ്രാ വെക്ടറിനും കെറ്റ് വെക്ടറിനും ഇടയിൽ ഞാൻ ഒരു ഐഡൻറ്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഐഡൻറ്റിറ്റിയാണ്. സോ ഈ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിന് പകരം എന്താ പറയുക, കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ സം ഓവർ ഐ കെറ്റ് എ ഐ ബ്രാ വെക്ടർ എ ഐ ആൽഫ. ഇവിടെ ഈ കേളി ബ്രാക്കറ്റിലുള്ളത് ഐഡൻറ്റിറ്റിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഇത് കെറ്റ് ആൽഫ ഈക്വൽ ടു 1. ഇനി ഞാൻ സമ്മേഷൻ പുറത്തെടുത്താൽ സം ഓവർ ഐ ഇതെങ്ങനെയാണ് വരിക? ബ്രാ വെക്ടർ ആൽഫ കെറ്റ് വെക്ടർ ഐ ബ്രാ വെക്ടർ ഐ കെറ്റ് വെക്ടർ ആൽഫ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ. ലുക്ക് അറ്റ് ദിസ്. ഇതിൽ ഈ രണ്ട് ടേം ഞാൻ ഒരേ രീതിയിൽ എഴുതാൻ, ഈ ഫസ്റ്റ് ടേമിന് എനിക്ക് ഇങ്ങനെ എഴുതാം. ബ്രാ വെക്ടർ ഐ കെറ്റ് വെക്ടർ ആൽഫ സ്റ്റാർ എന്ന് എഴുതാം. ഒരു ഇന്നർ പ്രോഡക്റ്റിൽ നമ്മൾ പ്രീ ഫാക്ടറും പോസ്റ്റ് ഫാക്ടറും അല്ലെങ്കിൽ കെറ്റ് വെക്ടറും ബ്രാ വെക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് മാറും. ഓക്കെ. ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം നമുക്ക് ഈ ടേം എന്താണെന്ന് അറിയാം. അതായത് ഇറ്റ്സ് ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ എ ബേസിസ് വെക്ടർ ഐ ആൻഡ് എ ജനറൽ വെക്ടർ ആൽഫ. വാട്ട് ഇസ് ദിസ്? ഇറ്റ്സ് എ കമ്പോണന്റ് ഓഫ് ജനറൽ വെക്ടർ കെറ്റ് ആൽഫ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ബേസിസ് വെക്ടർ. മേ ബി ഞാൻ അതിനെ സി ഐ എന്ന് വിളിക്കാം. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു ജനറൽ വെക്ടറിനെ നമുക്ക് ഒരു ബേസിസ് വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഇങ്ങനെ എഴുതാമല്ലോ. ബേസിസ് വെക്ടർ കെറ്റ് ഐ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ജനറൽ വെക്ടറിന് ഞാൻ C1 കെറ്റ് 1 C2 കെറ്റ് 2 C3 കെറ്റ് 3 എക്സെട്ര ജനറലി സം ഓവർ ഐ സി ഐ കെറ്റ് ഐ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിനകത്ത് ഈ സി ഐ എന്ന് പറയുന്നത് എന്താണ്? സി ഐ എന്ന് പറയുന്നത് കമ്പോണന്റ് ഓഫ് ജനറൽ വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ബേസിസ് വെക്ടർ ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു ജനറൽ വെക്ടർ കെറ്റ് നമ്മൾ AXI പ്ലസ് AYJ പ്ലസ് AZK എന്ന് എഴുതി. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ബേസിസ് വെക്ടേഴ്സ് ഐ ജെ കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ AX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പോണന്റ് ഓഫ് ജനറൽ വെക്ടർ എ അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ് ഡയറക്ഷൻ അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ അത് കിട്ടുക എങ്ങനെയാണ്? നമ്മൾ എക്സ് ആക്സിലുള്ള യൂണിറ്റ് വെക്ടർ ഐയും ജനറൽ വെക്ടറും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് സ്കേലാർ പ്രോഡക്റ്റ് എടുത്തു. ഐ ഡോട്ട് എ ആണ് AX, അതേപോലെ ജെ ഡോട്ട് എ ആണ് AY, കെ ഡോട്ട് എ ആണ് AZ. ഇവിടെ ഈ എക്സ്പ്രഷനിൽ AX AY AZൻ്റെ സ്ഥാനത്ത് വരുന്നത് C1 C2 C3 ഒക്കെയാണ്. ഇതൊരു 3 ഡയമെൻഷണൽ സ്പേസ് അല്ല, ഒരു n ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് C1 C2 C3 എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ ബേസിസ് ജനറൽ വെക്ടറിന് ഓരോ ബേസിസ് വെക്ടറിന്റെ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ്. അതെങ്ങനെ കിട്ടും? ആ ബേസിസ് വെക്ടറിനെ ജനറൽ വെക്ടറായിട്ട് ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ AXന് ഐ ഡോട്ട് എ എന്ന് എഴുതുന്നത് പോലെ AYയെ ജെ ഡോട്ട് എ എന്ന് എഴുതുന്നത് പോലെയാണ് ഈ എക്സ്പ്രഷൻ. ഓക്കെ.
അപ്പോൾ ഇവിടെ ഇത് സി ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് സി ഐ സ്റ്റാർ. റിമെമ്പർ ഇൻ ജനറൽ ദീസ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് ക്യാൻ ബി കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, സം ഓവർ ഐ മോഡ് സി ഐ സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വെക്ടർ, ഒരു ജനറൽ വെക്ടറിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷൻ നമ്മൾ ഇങ്ങനെ ആണ് സാധാരണ നമ്മൾ എഴുതാറ്, ബ്രാ വെക്ടർ ആൽഫ കെറ്റ് ആൽഫ ഈക്വൽ ടു 1. ഇതേ കണ്ടീഷൻ നമുക്ക് ഈ ജനറൽ വെക്ടറിൻ്റെ ബേസിസ് വെക്ടറിലുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻസിൻ്റെ ഇവിടെ വരുന്ന എക്സ്പാൻഷൻ കോഎഫിഷ്യൻസിൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ഇതാണ് വരിക, സം ഓവർ ഐ മോഡ് സി ഐ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ എന്താ പറയുക, കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ ഉപയോഗിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ബ്രാ വെക്ടറിനും കെറ്റ് വെക്ടറിനും ഇടയിൽ ഒരു ഐഡൻറ്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ നമ്മൾ ബേസിസ് വെക്ടേഴ്സ് കംപ്ലീറ്റ് ആണെന്നുള്ള ഐഡിയ ഉപയോഗിച്ചു. തൊട്ട് മുമ്പത്തെ കേസിൽ ഒരു ഓപ്പറേറ്ററിനെ അതിൻ്റെ ഐഗൻ ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യാനും നമ്മൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ എവിടെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക? ഇത് പല കേസിലും നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ വെക്ടറിനെ ബേസിസ് വെക്ടേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഈ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പ്രോപ്പറായ സ്ഥലത്ത് നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഇമാജിൻ ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ സ്ഥാനത്ത് കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ കൊണ്ടുവരിക. അപ്പോൾ അത് എവിടെയാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ബൈ പ്രാക്ടീസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഇതിപ്പോൾ 2 ഇല്ലസ്ട്രേഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് 1-2 ചെയ്ത് നോക്കാം. ഐ വാണ്ട് ടു ഡിസ്കസ് നൗ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a general ket vector and its wave function. അപ്പം നമ്മൾ കെറ്റ് വെക്ടർ എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. വേവ് ഫംഗ്ഷൻ എന്നുള്ള വേർഡും ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾ സാധാരണ കാണുന്നതാണ്. ഇത് രണ്ടും ഒന്നാണോ, രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അപ്പോൾ ഇവിടെ ഐഡിയ ഇതാണ്. ഒരു ജനറൽ വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഹിൽബർട്ട് സ്പേസിൽ, ഒരു സിസ്റ്റത്തിൻ്റെ ഹിൽബർട്ട് സ്പേസിൽ ഒരു ജനറൽ കെറ്റ് വെക്ടർ ഉണ്ട്. നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ജനറൽ കെറ്റ് വെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു അബ്സ്ട്രാക്ട് വെക്ടറാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു അതിൻ്റെ സ്ട്രക്ചർ എന്ത് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല, അതൊരു അബ്സ്ട്രാക്ട് വെക്ടറാണ്. ഇതിനൊരു സ്ട്രക്ചർ, ഇതിനിപ്പോൾ ഉദാഹരണത്തിന് ഇതിനൊരു കോളം വെക്ടറായിട്ട് എഴുതണം. ഓക്കെ, അങ്ങനെ നമുക്കിതിനൊരു സ്ട്രക്ചർ കൊടുക്കണമെങ്കിൽ നമ്മളൊരു ബേസിസ് ചൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഹിൽബർട്ട് സ്പേസിൻ്റെ ബേസിസ് ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്കിതിൻ്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന ബേസിസ് എന്ന് പറയുന്നത് പൊസിഷൻ ബേസിസ് ആണെന്ന് വിചാരിക്കുക. ഞാനതിനെ എക്സ് ബേസിസ് എന്ന് വിളിക്കാം. തൽക്കാലം 1 ഡയമെൻഷണൽ കേസ് ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലുള്ള പൊസിഷൻ മാത്രമാവണമെന്നില്ല. 1 ഡയമെൻഷൻ ഞാൻ ഉദ്ദേശിച്ചത് എക്സ് ആക്സിസിലുള്ള മോഷൻ മാത്രമാവണമെന്നില്ല. അവിടെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് അല്ലേ? എക്സ് ആക്സിൽ തന്നെ നമുക്ക് കുറേ അധികം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ബേസിസ് പൊസിഷൻ ആകുമ്പോൾ അതൊരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് ആണ്. അപ്പോൾ തൽക്കാലം മോഷൻ എക്സ് ആക്സിൽ മാത്രമാണെന്ന് വിചാരിക്കുക. ജനറലി 3 ഡയമെൻഷണൽ സ്പേസിലുള്ള മോഷനും ആവാം. അപ്പോൾ ഇതൊരു വെക്ടർ ആയിരിക്കും ഈ ബേസിസ് എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ വെക്ടർ കൂടിയായിരിക്കും. അപ്പോൾ ഇത് തൽക്കാലം 1 ഡയമെൻഷനുള്ള എക്സ് ആക്സിൽ മാത്രമുള്ള മോഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പൊസിഷൻ ബേസിസിൽ നമ്മൾ ഈ ജനറൽ വെക്ടർ, നമ്മുടെ പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ കെറ്റ്സ് ആണ് ഈ പൊസിഷൻ വെക്ടേഴ്സ്, പൊസിഷൻ കെറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബേസിസ് വെക്ടറായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ പൊസിഷൻ ഓപ്പറേറ്റർ ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഐഗൻ കെറ്റ്സ് കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ്നെസ് കണ്ടീഷനൊക്കെ എഴുതിയതാണ്. അതിൻ്റെ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ നോർമലൈസേഷൻ കണ്ടീഷൻ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ടേംസിലായിരിക്കും. കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ സാധാരണ പോലെ സമ്മേഷന് പകരം ഇൻ്റഗ്രേഷൻ ആയിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിതിനെ എക്സ് ബേസിസിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്കിങ്ങനെ പറയാം, വി ഗെറ്റ് ദ കമ്പോണൻറ്റ് ഓഫ് ജനറൽ വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് എ ബേസിസ് വെക്ടർ. ഇങ്ങനെ കിട്ടും അല്ല? എക്സ് ബേസിസിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജനറൽ വെക്ടറിനെ ഈ ബേസിസ് വെക്ടറിൻ്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതൊരു സമ്മേഷൻ ആയിരിക്കില്ല, അതൊരു ഇൻ്റഗ്രേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രേഷനിൽ നമുക്ക് ഒരു കെറ്റ് ആൽഫയുടെക്ക് ആ ജനറൽ കെറ്റിന് ഒരു ബേസിസ് വെക്ടറിൻ്റെ ഡയറക്ഷനിലെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. ഈ കമ്പോണൻറ്റിനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കിങ്ങനെ ഒരു സിമ്പിൾ ഇതിന് കൊടുക്കാം, സൈ ഓഫ് എക്സ്
ഏത് വെക്ടറിൻ്റെ ആണെന്ന് കാണിക്കാൻ ഒരു സഫിക്സ് ആൽഫയും കൊടുക്കുക. സോ വാട്ട് ഈസ് ദിസ് psi alpha x? It's a component of general ket alpha, okay, along the direction of this basis vector ket x. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽബർട്ട് സ്പേസിലെ ഒരു ജനറൽ കെറ്റിന് പൊസിഷൻ ബേസിസുള്ള റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് പറയാം. ഇനി പൊസിഷൻ ബേസിസ് മാത്രമാണെന്നില്ല, നമുക്ക് വേറൊരു ബേസിസ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ബേസിസ് ആണ് മൊമെൻറ്റം ബേസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം ബേസിസ് ആണെന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് പി ബേസിസ് എന്ന് വിളിക്കാം. ഇവിടെയും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്, ബേസിസ് വെക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഗെയിൻ ഇതൊരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ കമ്പോണന്റ് ഓഫ് ആൽഫ അലോങ് ദ ഡയറക്ഷൻ ഓഫ് പി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പി വെക്ടർ നമുക്ക് എങ്ങനെ പറയാം, ഇതും ഒരു വേവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഞാൻ വേറൊരു സിമ്പിൾ ഇതിന് കൊടുക്കാം, ഫൈ എന്ന് കൊടുക്കാം, ഫൈ ഓഫ് പി. അഗെയിൻ ഇത് സെയിം വെക്ടർ ആൽഫയുടെയാണ്, അപ്പോൾ സഫിക്സ് ആൽഫ എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതൊരു വേവ് ഫംഗ്ഷൻ ആണ്. ഇറ്റ്സ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ജനറൽ കെറ്റ് ഇൻ പൊസിഷൻ ബേസിസ്. ഇത് വേവ് ഫംഗ്ഷൻ ഓഫ് ജനറൽ കെറ്റ്, സെയിം ജനറൽ കെറ്റ് വെക്ടർ ഇൻ മൊമെൻറ്റം ബേസിസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ബേസിസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഈ പൊസിഷൻ ബേസിസിലുള്ള വേവ് ഫംഗ്ഷനും മൊമെൻറ്റം ബേസിസിലുള്ള വേവ് ഫംഗ്ഷനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്. ഇപ്പോൾ മൊമെൻറ്റം ബേസിസിൽ മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം, പൊസിഷൻ വേവ് ഫംഗ്ഷൻ e raised to minus I px by h cross dx. ഇറ്റ്സ് എൻ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് ഇപ്പോൾ എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള, എക്സ് ആക്സിസിൽ മാത്രമുള്ള മോഷൻ ആണെങ്കിൽ -∞ ടു +∞, അതായത് എക്സ് വാല്യൂസിൻ്റെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ -∞ ടു +∞ ആണ്. അതല്ല ഇത് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള മോഷൻ ആണെങ്കിൽ ഇതൊരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആയിരിക്കും. അപ്പോൾ എക്സും വൈയും സെറ്റും ഒക്കെ വരും. അപ്പോൾ d³ നമ്മൾ സാർ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മോഷൻ 1 ഡയമെൻഷനൽ ആണോ 3 ഡയമെൻഷനൽ ആണോ എന്നൊക്കെയുള്ള അനുസരിച്ചാണ്. 2 ഡയമെൻഷനൽ ആണോ 3 ഡയമെൻഷനൽ ആണോ. പിന്നെ പലപ്പോഴും ഇതിനൊരു കോഎഫിഷ്യൻ്റ് ഉണ്ടാവാറുണ്ട്. ബട്ട് ജനറലി നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്. ഓക്കെ, സോ മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് പൊസിഷൻ വേവ് ഫംഗ്ഷൻ, ദെൻ ദർ ഇസ് എ ഫാക്ടർ e raised to minus I px by h cross, and integration is over x. And this is nothing but, this right hand side, this is nothing but the Fourier transform of psi alpha x. അപ്പോൾ മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വേവ് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണെന്ന് പറയും. ഓക്കെ, തിരിച്ചും പൊസിഷൻ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണെന്ന് പറയും. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ e raised to minus I px by h cross ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റേ സ്ഥലത്ത് e raised to plus I px by h cross ആയിരിക്കും. ഈ ഇൻ്റഗ്രേഷൻ മൊമെൻറ്റത്തിലുള്ള ഇൻ്റഗ്രേഷൻ ആയിരിക്കും. ഓക്കെ, വീണ്ടും ലിമിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മോഷൻ 1 ഡയമെൻഷനിൽ മാത്രമാണോ 2 ഡയമെൻഷനിലാണോ 3 ഡയമെൻഷനിലാണോ എന്നുള്ള അനുസരിച്ചിരിക്കും. ഇവിടെ ചിലപ്പോൾ കോഎഫിഷ്യൻ്റ് 1/√2π h ക്രോസ് ഒക്കെ എടുക്കാറുണ്ട്. ആ കോഎഫിഷ്യൻ്റും കൂടി വേവ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ്റെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് പോലെ. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് 1/√2π ഉണ്ടോ 1/√2π h ക്രോസ് ഉണ്ടാവും ചില സമയത്ത്. അതിനേക്കാൾ പ്രധാനം ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറാണ്. ആ ഇൻ്റഗ്രൽ e raised to ആ ഒരു ഫാക്ടർ, കൺവേർഷൻ ഫാക്ടർ വരും. e raised to minus I px by h cross ആണ് ഒന്നില്ലെങ്കിൽ മറ്റത് e raised to plus I px by h cross ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ പൊസിഷൻ വേവ് ഫംഗ്ഷൻ ദേ ആർ ഫോറിയർ ട്രാൻസ്ഫോംസ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ എന്താണ് ജനറൽ കെറ്റ് എന്ന് പറഞ്ഞു. ജനറൽ കെറ്റ് എന്ന് പൊസിഷൻ ബേസിസ് ചൂസ് ചെയ്യുമ്പോൾ പൊസിഷൻ വേവ് ഫംഗ്ഷൻ കിട്ടും, മൊമെൻറ്റം ബേസ് ചൂസ് ചെയ്യുമ്പോൾ മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഇൻ ജനറൽ ഇത് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ കെറ്റ് ആൽഫയെ എക്സിലോ പിയിലോ, അതായത് കെറ്റ് എക്സിലോ കെറ്റ് പിയിലോ ഒരു പെർട്ടിക്കുലർ ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് സമ്മേഷൻ ആയിരിക്കില്ല, വരെ ഇൻ്റഗ്രേഷൻ ആയിരിക്കും, കാരണം ഇത് കണ്ടിന്യൂസ് ബേസിസ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പാൻഷൻ കോഎഫിഷ്യൻ. നേരത്തെ നമ്മളിവിടെ സമ്മേഷനായിട്ട് എഴുതിയല്ലോ, ഇത് ബേസിസ് കെറ്റ്സിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിലാണ് സമ്മേഷൻ വരിക. ഇത്തരം പൊസിഷൻ മൊമെൻറ്റം ബേസിസുകൾ കണ്ടിന്യൂസ് ആണ്, അപ്പോൾ സമ്മേഷന് പകരം ഇൻ്റഗ്രേഷൻ ആണ് വരിക. രണ്ടായാലും ഇവിടെ സി ഐയുടെ സ്ഥാനത്ത്, സി ഐ ഒരു എക്സ്പാൻഷൻ കോഎഫിഷ്യൻ ആണല്ലോ, സി ഐ നമ്മൾ എഴുതിയ എങ്ങനെയാണ്, കമ്പോണൻറ്റ് ഓഫ് കെറ്റ് ആൽഫ അലോങ് ദ ഡയറക്ഷൻ ഐ. അതേപോലെ സി ഐയുടെ അതേ റോളാണ് ഇവിടെ വേവ് ഫംഗ്ഷന്. ഇറ്റ്സ് കമ്പോണൻറ്റ് ഓഫ് കെറ്റ് ആൽഫ അലോങ് ദ ഡയറക്ഷൻ എക്സ്. ഈ ഭാഗത്ത് വരുമ്പോൾ കമ്പോണൻറ്റ് ഓഫ് കെറ്റ് ആൽഫ അലോങ് ദ ഡയറക്ഷൻ പി. സോ ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഓഫ് ജനറൽ വെക്ടർ അലോങ് എ പെർട്ടിക്കുലർ ബേസിസ് വെക്ടർ. അത് ഇൻ ജനറൽ കോംപ്ലക്സ് ആവാം. അപ്പോൾ ആ അർത്ഥത്തിലാണ് വേവ് ഫംഗ്ഷൻ കോംപ്ലക്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഒരു ചെറിയ പ്രോബ്ലം നോക്കിയതിന് ശേഷം അടുത്ത
സെക്ഷനിലോട്ട് പോവാം, അടുത്ത ഇതിലോട്ട്. Okay, first let us look at this problem. A Hermitian operator O has two normalized eigenstates ket1 and ket2, normalized with eigenvalues 1 and 2 respectively. The two states ket u is cos theta ket1 plus sin theta ket2, and ket v equals cos phi ket1 plus sin phi ket2 are such that this inner product v operator of v. This is actually expectation value of operator ആണ്. expectation value എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പിന്നെ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതേ ക്ലാസ്സിൽ നമുക്ക് നോക്കാവുന്നതാണ് അടുത്തൊരു സെക്ഷനിൽ. തൽക്കാലം നമുക്കത് അങ്ങനെ എടുക്കാം. ശരിക്കും അതൊരു മെട്രിക്സ് എലമെൻ്റ് ആണ് അല്ലേ, ഓപ്പറേറ്റർ ഓയുടെ മെട്രിക്സ് എലമെൻ്റ് ആണത്, ഡയഗണൽ എലമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, രണ്ട് സൈഡിലും ket v തന്നെയാണ്. So that is bra vector v operator O ket vector v is equal to 7/4. In other words, expectation value of the operator is 7/4, and you can see that inner product between u and v equals 0. അതായത് u v normalized orthonormal ആണ്. orthonormal അല്ലെങ്കിൽ orthogonal എന്ന് പറയാം നമുക്ക്. Which of the following are possible values of theta and phi? തീറ്റയുടെയും ഫൈയുടെയും പോസിബിൾ വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ യു എന്താണ് വി എന്താണെന്ന് തന്നിട്ടുണ്ട്. അത് ket 1ൻ്റെയും ket 2ൻ്റെയും രണ്ട് ലീനിയർ കോമ്പിനേഷൻസ് ആണ്. പിന്നെ ket 1ഉം ket 2ഉം നോർമലൈസ്ഡ് ഐഗൻ സ്റ്റേറ്റ്സ് ഓഫ് ഓപ്പറേറ്റർ ഓ ആണ്. ഐഗൻ വാല്യൂ തന്നിട്ടുണ്ട്. രണ്ട് റിലേഷൻ യുക്കും വിക്കും ഇടയിൽ തന്നിട്ടുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് വി 0, അതായത് രണ്ടും ഓർത്തോഗണലാണ്. പിന്നെ ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ 7/4 ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കണം, തീറ്റയുടെയും ഫൈയുടെയും വാല്യൂ. ഓക്കെ, സോ ലെറ്റ് us try to do this. അപ്പോൾ ആദ്യം നമുക്ക് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ നോക്കാം. ഗിവൺ ദാറ്റ് യു ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് വി 0. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാ വെക്ടർ സൈഡിൽ വരിക ഇതാണ്, യുടെ വാല്യൂ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ബ്രാ വെക്ടർ 1 എഴുതണം. ഓക്കെ, പ്ലസ് സൈൻ തീറ്റ ബ്രാ വെക്ടർ 2 ഇതാണ് വരിക. ഇത് ശരിക്കും നമ്മൾ ചെയ്തത് ket യുവിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണല്ലോ ബ്രാ വെക്ടർ യു. അപ്പോൾ ഇങ്ങനെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുക്കുമ്പോൾ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് കോസ് തീറ്റ സൈൻ തീറ്റയുടെ ഒക്കെ കോംപ്ലക്സ് നമ്പറാണ് വരേണ്ടത്, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് വരേണ്ടത്. പക്ഷേ കോസ് തീറ്റയും സൈൻ തീറ്റയും റിയൽ ആയതുകൊണ്ട് കോംപ്ലക്സ് കോൺജുഗേറ്റ് കോസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണ്. ഇപ്പോൾ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതേസമയം ket വെക്ടർ 1 ബ്രാ വെക്ടർ 1 ആയി, ket വെക്ടർ 2 ബ്രാ വെക്ടർ 2 ആയി. ഓക്കെ, അപ്പോൾ ഇത് ബ്രാ വെക്ടർ സൈഡ്. പിന്നെ ket വെക്ടർ സൈഡുള്ളത് കോസ് ഫൈ ket 1 സൈൻ പ്ലസ് സൈൻ ഫൈ ket 2. അപ്പോൾ ബ്രാ വെക്ടറിലും ket വെക്ടറിലും രണ്ട് ലീനിയർ കോമ്പിനേഷനാണ് ഉള്ളത്. ഇനിയിപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0. ഇനിയിപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 വെക്ടേഴ്സ് ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും 4 ടേംസ് വരണം. പക്ഷേ റിമെമ്പർ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് നോർമലൈസ്ഡ് ഐഗൻ സ്റ്റേറ്റ്സ് ഓഫ് ഓപ്പറേറ്റർ ആണ്, ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ്. നോർമലൈസ്ഡ് ket 1ഉം ket 2ഉം നോർമലൈസ്ഡ് ആണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇതൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ സ്റ്റേറ്റ്സ് ആകുമ്പോൾ അത് പരസ്പരം ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ ഈ 4 വെക്ടേഴ്സിൽ ലെഫ്റ്റ് സൈഡിലെ 4 കോമ്പിനേഷനിൽ ബ്രാ വെക്ടർ 1 ket വെക്ടർ 2 ബ്രാ വെക്ടർ 2 ket വെക്ടർ 1, അതായത് 1ഉം 2ഉം തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് വരുന്ന കേസുകളൊക്കെ 0 ആയി പോകും. അതായത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഈ ഫസ്റ്റ് ടേമിനെ ഇവിടെ നമുക്ക് നോക്കൂ. ഫസ്റ്റ് ടേമിനെ ഇവിടെയുള്ള ഈ ഫസ്റ്റ് ടേമിനെ കോസ് തീറ്റ ബ്രാ വെക്ടർ 1നെ ഇവിടെയുള്ള ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെയാണ്, കോസ് തീറ്റ കോസ് ഫൈ ബ്രാ വെക്ടർ 1 ket വെക്ടർ 1 ഇങ്ങനെ കിട്ടി. പ്ലസ് ഇനിയുള്ളത് ഇനി വേണ്ട ശരിക്കും എന്താണ്, ഈ ഫസ്റ്റ് ടേമിനെ കോസ് തീറ്റ ബ്രാ വെക്ടർ 1നെ ഇവിടെയുള്ള സൈൻ ഫൈ ket വെക്ടർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? കോസ് തീറ്റ സൈൻ ഫൈ ബ്രാ വെക്ടർ 1 ket വെക്ടർ 2 എന്ന് കിട്ടും. പക്ഷേ ഈ ബ്രാ വെക്ടർ 1ഉം ket വെക്ടർ 2ഉം തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് അത് ബ്രാ വെക്ടർ 1ഉം ket വെക്ടർ 2ഉം ഓർത്തോഗണലാണ്. ഓർത്തോഗണലാണെന്ന് പ്രോബ്ലത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. രണ്ട് നോർമലൈസ്ഡ് ഐഗൻ സ്റ്റേറ്റ്സിനെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ സ്റ്റേറ്റ്സ് ആകുമ്പോൾ പരസ്പരം ഓർത്തോഗണലാണ്.
അപ്പോൾ കെറ്റ് വണ്ണും കെറ്റ് ടൂവും വരുന്ന കോമ്പിനേഷൻ നമ്മൾ ഒഴിവാക്കി. ഇനി നമ്മൾ അപ്പോൾ ഇതിൻ്റെ കോസ് തീറ്റ 1 കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സൈൻ തീറ്റ ബ്രാ വെക്ടർ 2 കൊണ്ട് നമുക്ക് അടുത്ത രണ്ട് ടേമിനെയും ഇന്നർ പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരിക ഈ ബ്രാ വെക്ടർ 2നെ ഇതുകൊണ്ട് കോസ് 5 കെറ്റ് വെക്ടർ 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ വീണ്ടും നമുക്ക് ബ്രാ വെക്ടർ 2 കെറ്റ് വെക്ടർ 1 വരും, അതും 0 ആയി പോകും. പിന്നെ വരുന്ന ടേം ഏതാണ്? ഇതാ ഈ ടേം, ഈ സെക്കൻഡ് ടേമിനെ ഇവിടെയുള്ള സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുക സൈൻ തീറ്റ സൈൻ 5 കെറ്റ് 2 സോറി ബ്രാ വെക്ടർ 2 കെറ്റ് വെക്ടർ 2 ദിസ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് നോർമലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ആയിരിക്കും. അതായത് നോർമലൈസ്ഡ് ആകുമ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് 1 ആകുമല്ലോ. ബാക്കി നമുക്ക് എന്താ കിട്ടുക? കോസ് തീറ്റ കോസ് 5 പ്ലസ് സൈൻ തീറ്റ സൈൻ 5 ഈക്വൽ ടു 0. അപ്പോൾ അത് റിസൾട്ട് എന്താ വരിക? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ മൈനസ് ബി ഈക്വൽ ടു അല്ലേ, കോസ് എ മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. എ മൈനസ് ബി ഈക്വൽ ടു 0, കോസ് തീറ്റ മൈനസ് 5 0 ആണെങ്കിൽ തീറ്റ മൈനസ് 5യുടെ വാല്യൂ എന്തായിരിക്കും വരിക? ഒന്നുകിൽ π/2 വരാം, അല്ലെങ്കിൽ 3π/2 വരാം. ഓക്കെ, അപ്പോൾ തീറ്റയും ഫൈയും തമ്മിലുള്ള ഡിഫറൻസ് π/2 3π/2 വരാം. ഒരു സൈക്കിളിൽ ഇങ്ങനെയല്ലേ വരിക? 0 π/2 cos π minus 1 cos 3π/2 0 cos 2π 1 ഇങ്ങനെയാണല്ലോ വരിക. അപ്പോൾ π/2 അല്ലെങ്കിൽ 3π/2 എന്ന് വരാം. ഇനി നമ്മൾ നമ്മുടെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ഡിഫറെൻറ്റ് ചോയ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നമുക്ക് മൈനസ് ഇത് നിങ്ങൾ ഡിഫറെൻറ്റ് തീറ്റ മൈനസ് 5 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സിൽ കിട്ടുക തീറ്റ മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൈനസ് π/2 എന്ന് കിട്ടും. സെക്കൻഡിൽ കിട്ടുക മൈനസ് π/6 ആണ് രണ്ടാമത്തേൽ കിട്ടുക. രണ്ടാമത്തെ എല്ലാ റിസൾട്ടും നമുക്ക് ഒഴിവാക്കാം. തേർഡ് കിട്ടുക തീറ്റ മൈനസ് 5 മൈനസ് π/2 എന്ന് കിട്ടും. ഫോർത്തിൽ എനിക്ക് തോന്നുന്നു പ്ലസ് π/2 എന്ന് കിട്ടും. അപ്പോൾ 1 3 4 ആവാം. കാരണം തീറ്റ മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പ്ലസ് π/2 മാത്രമല്ല, പ്ലസ് ഓർ മൈനസ് π/2 ആവാമല്ലോ. പ്ലസ് ഓർ മൈനസ് π/2 ആവും. കാരണം കോസ് ഓഫ് മൈനസ് തീറ്റയും കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ തീറ്റ മൈനസ് 5 പ്ലസ് ഓർ മൈനസ് π/2 എന്നുള്ള ആണ് റിസൾട്ട്. അപ്പോൾ അത് 1 3 4 ഏതുവാണ്? 2 നമുക്ക് ഒഴിവാക്കാം. 2ൽ തീറ്റ മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുക മൈനസ് π/6 ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ നൗ അപ്പം നമുക്കിത് ഇനി അടുത്ത പാർട്ടും കൂടി നോക്കണം. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഓപ്പറേറ്റർ ഒ അല്ലേ, അത് 7/4 തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഇൻ ദ മെട്രിക് സോറി ഇൻ ദ വെക്ടർ വി ആണ് അല്ലേ, ഇൻ ദ സ്റ്റേറ്റ് വി ആണ്, കെറ്റ് വി ആണ്. സോ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 5 1 സൈൻ 5 2 ആണ്. കോസ് 5 കെറ്റ് 1 സൈൻ 5 കെറ്റ് 2. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബ്രാ വെക്ടർ സൈഡിൽ കോസ് 5 ബ്രാ വെക്ടർ 1 പ്ലസ് സൈൻ 5 ബ്രാ വെക്ടർ 2 ദെൻ ഓപ്പറേറ്റർ ഒ മറ്റേ വീണ്ടും കോസ് 5 കെറ്റ് 1 സൈൻ 5 കെറ്റ് 2. ദിസ് ഈസ് 7/4 റൈറ്റ്. അപ്പോൾ ഇവിടെ ഓക്കെ അതല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോസ് 5 യെസ് 5യുടെ ടേംസിലാണുള്ളത്. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് 4 ടേംസ് വരും. അപ്പോൾ നമ്മൾ 4 ടേംസ് ഞാനിവിടെ എഴുതിയാൽ എന്താണ് വരിക? ഫസ്റ്റ് ടേം കോസ് സ്ക്വയർ 5 1 ഓപ്പറേറ്റർ ഓ 1. ഓക്കെ, അതായത് ഇവിടെയുള്ള ഫസ്റ്റ് ടേമിനെ കോസ് 5 ബ്രാ വെക്ടർ 1നെ ഇവിടെയുള്ള ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇന്നർ പ്രോഡക്റ്റ് എടുത്തു. അപ്പോൾ നടുക്ക് ഓപ്പറേറ്റർ ഓയും ഉണ്ട്. ഓക്കെ, കോസ് 5 പുറത്തെഴുതി കോസ് സ്ക്വയർ 5 ബ്രാ വെക്ടർ 1 ഓപ്പറേറ്റർ ഓ കെറ്റ് വെക്ടർ 1.
അപ്പോൾ ഇങ്ങനെ അടുത്ത ടേം ഫസ്റ്റ് ടേമിന് സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേം ലെഫ്റ്റിലുള്ള ഫസ്റ്റ് ടേമും റൈറ്റിലുള്ള സെക്കൻഡ് ടേമും എടുത്താൽ നമുക്ക് കിട്ടുക കോസ് ഫൈ സൈൻ ഫൈ 1/2 എന്ന് കിട്ടും. പ്ലസ് ഇനി ലെഫ്റ്റിലുള്ള ഫസ്റ്റ് ടേം റൈറ്റിലുള്ള സെക്കൻഡ് ടേം. അപ്പോൾ നമുക്ക് സൈൻ ഫൈ കോസ് ഫൈ 2 ഓപ്പറേറ്റർ ഓ 1 പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 2 operator o 2. This is equal to 7/4. ഇനി ഇതിൽ സെക്കൻഡ് ടേം നോക്കിയാൽ ഈ ഓപ്പറേറ്റർ ഓ കെറ്റ് 2ൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഐഗൻ വാല്യൂ 2 ആണ്. അങ്ങനെയല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഐഗൻ സ്റ്റേറ്റ് കെറ്റ് 2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ഐഗൻ വാല്യൂ 2 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു ഐഗൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഓപ്പറേറ്റർ ഓ 2 കെറ്റ് 2ൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ 2 ടൈംസ് കെറ്റ് 2 എന്നാണ് കിട്ടുക. 2 ഒരു ഐഗൻ വാല്യൂ ഇവിടെ ഈ ടേമാണ് ഞാൻ പറയുന്നത്. ഓപ്പറേറ്റർ ഓ കെറ്റ് 2ൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഗൻ വാല്യൂ 2 ടൈംസ് കെറ്റ് 2 എന്ന് കിട്ടും. ആ 2 ഒരു റിയൽ നമ്പറാണ്, നമുക്ക് പുറത്തേക്ക് എഴുതാം. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ 1 ആൻഡ് കെറ്റ് വെക്ടർ 2 എന്നാണ് കിട്ടുക. ഈ ബ്രാ വെക്ടർ 1ഉം കെറ്റ് വെക്ടർ 2ഉം ഓർത്തോഗണൽ ആയതുകൊണ്ട് ആ ഇന്നർ പ്രോഡക്റ്റ് 0. ബേസിക്കലി അപ്പോൾ ഈ ടേം എന്താവും 0. സോ ദിസ് ടേം വിൽ ബി 0. ഇതേ ലോജിക്ക് പ്രകാരം ഈ ടേം 0 ആവും. ഇവിടെ ഇത് ഐഗൻ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതും ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ 2ഉം കെറ്റ് വെക്ടർ 1ഉം ആണ്. അത് ഓർത്തോഗണൽ ആയതുകൊണ്ട് 0. ഇനി ഫസ്റ്റ് ടേം എന്താ വരിക ഇവിടെ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഓപ്പറേറ്റർ ഓ ഐഗൻ വാല്യൂ 1ൻ്റെ മേലെ ഐഗൻ കെറ്റ് 1ൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഗൻ വാല്യൂ 1 ആണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ 1 പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ബ്രാ വെക്ടർ 1 ആൻഡ് കെറ്റ് വെക്ടർ 1 വിച്ച് ഇസ് 1. അപ്പോൾ ആ ടേം 1 വരും. ഈ ടേമോ ഇവിടെ ഓപ്പറേറ്റർ ഓ ഐഗൻ കെറ്റ് 2ൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈംസ് കെറ്റ് 2 എന്ന് കിട്ടും. 2 പുറത്ത് എഴുതിയാൽ ദിസ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ കെറ്റ് 2 ബ്രാ വെക്ടർ 2 ആൻഡ് കെറ്റ് വെക്ടർ 2 വിച്ച് ഇസ് 1. കാരണം അത് നോർമലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ലെഫ്റ്റ് സൈഡിൽ കോസ് സ്ക്വയർ ഫൈ പ്ലസ് 2 സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 7/4 എന്ന് കിട്ടും. ഇതിൽ 2 സൈൻ സ്ക്വയർ ഫൈനെ നമുക്ക് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് എഴുതിയാൽ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1 പ്ലസ് ഒരു സൈൻ സ്ക്വയർ ഫൈയും കൂടെ വരും. സോ 1 പ്ലസ് സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 7/4. Therefore sin square phi equal to 7/4 minus 1. 7/4 minus 1 is 3/4. So sin phi is root 3/2. So phi is equal to 60 degree. That is equal to pi/3 radian. Phiയുടെ വാല്യൂ pi/3 ആണ്. നമ്മൾ ഇനി ഇതിനകത്ത് phi pi/3 വരുന്ന കോമ്പിനേഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ആൻസർ കീയിൽ 5 pi/3 വരുന്നത് ഓപ്ഷൻ 1ലും ഓപ്ഷൻ 2ലും മാത്രമാണ്. ഓപ്ഷൻ 2 ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. കാരണം തീറ്റ മൈനസ് 5 പ്ലസ് ഓർ മൈനസ് pi/2 പ്ലസ് ഓർ മൈനസ് 3pi/2 വരണം. 2ൽ ഇറ്റ് ഈസ് മൈനസ് pi/6. ഓക്കെ, അപ്പോൾ 5 pi/3യും ഡിഫറൻസ് പ്ലസ് ഓർ മൈനസ് pi/2 വരുന്ന കേസ് 1 മാത്രമാണ്. 1 നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. തീറ്റ മൈനസ് 5യുടെ വാല്യൂ മൈനസ് pi/6 മൈനസ് pi/3, അതായത് മൈനസ് pi/2 ആണ് കിട്ടുക. ഫൈയുടെ വാല്യൂ pi/3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്തത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത് ചെയ്തതിൽ? എന്തെങ്കിലും കൺഫ്യൂഷനോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, so we can move on to the next problem. The wave function of a particle in one dimension is denoted by psi of x in the coordinate representation, that is position representation, and by phi of p equal to integral psi of x e raised to minus I p x by h cross dx in the momentum representation. നമ്മളിതിപ്പോൾ കണ്ടല്ലോ, Fourier transforms of each other ആണെന്ന് പറഞ്ഞു. If the action of an operator t on psi of x is given by t psi of x is equal to psi of x plus a, where a is a constant, then t phi of p is given by, okay. ഓക്കെ, ഇത് 2015 ജൂണിലെ ക്വസ്റ്റ്യൻ ആണ്.
3.5 മാർക്സ്, അതായത് പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇറ്റ്സ് ഗിവൺ ദാറ്റ് ടി ഓപ്പറേറ്റിംഗ് ഓൺ psi ഓഫ് എക്സ് ഈസ് psi ഓഫ് എക്സ് പ്ലസ് എ. അതായത് പൊസിഷൻ ബേസിസിൽ അല്ലെങ്കിൽ പൊസിഷൻ സ്പേസിൽ അല്ലെങ്കിൽ കോർഡിനേറ്റ് സ്പേസിൽ ഈ ഓപ്പറേറ്റർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, റൈറ്റ്? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഫൈ ഓഫ് പിയുടെ മേലെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഫൈ ഓഫ് പി എന്ന് പറയുന്ന ഇതാണ് ഇൻ്റഗ്രൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് psi ഓഫ് എക്സ് ആണ്, റൈറ്റ്? ഇ റേസ് ടു മൈനസ് ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് ഡി എക്സ്. ഇതാണ് ടി. ഇതേ ഓപ്പറേറ്റർ മൊമെൻറ്റം ബേസിസിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ്റെ മേലെ, മൊമെൻറ്റം സ്പേസ് വേവ് ഫംഗ്ഷൻ്റെ മേലെ എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത്. പൊസിഷൻ ബേസിസിൽ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം റെപ്രസെൻറ്റേഷനിൽ എന്താവും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഐഡിയ. അപ്പോൾ ഇവിടെ നമുക്ക് ടി ഓപ്പറേറ്റ് ചെയ്യാം. ടി ആക്ട്സ് ഓൺ റൈറ്റ് സൈഡിലെ ഈ ഇൻ്റഗ്രലിൻ്റെ മേലെ ആക്ട് ചെയ്യും. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലീനിയർ കോമ്പിനേഷനാണ്. അതൊരു സമ്മേഷൻ തന്നെയാണ്. കണ്ടിന്യൂസ് ബേസിസ് ആയതുകൊണ്ടാണ് സമ്മേഷൻ എന്തായി മാറിയത്? ഇൻ്റഗ്രേഷനായിട്ട് മാറിയത്. ഈ ഓപ്പറേറ്റർ ടി എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അതിൻ്റെ നേച്ചർ എന്താണെന്ന്. പക്ഷേ ഇതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ലീനിയർ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത ഒരു വേവ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷൻ്റെ മേലെ ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ ഈച്ച് വേവ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ psi1 psi2 എന്നുള്ള രണ്ട് വേവ് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, C1 psi1 പ്ലസ് C2 psi2. ഈ ലീനിയർ കോമ്പിനേഷൻ്റെ മേലെ നമ്മുടെ ഓപ്പറേറ്റർ ടി ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓപ്പറേറ്റിംഗ് ഓൺ C1 psi1 പ്ലസ് C2 psi2നെ നമുക്ക് ഇങ്ങനെ എഴുതാം, C1 T psi2 പ്ലസ് C2 T psi1 എന്ന് എഴുതാം. അതായത് ടി psi1ൻ്റെയും ടി psi2ൻ്റെ മേലെ സെപ്പറേറ്റ് ആക്ട് ചെയ്തിട്ട് സെയിം ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ കിട്ടുന്ന അതേ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇത് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രോപ്പർട്ടിയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ സമ്മേഷന് പകരം ഇൻ്റഗ്രേഷൻ ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. അതായത് അപ്പം നമുക്ക് ഈ ഓപ്പറേറ്റർ ടി സമ്മേഷൻ്റെ ഉള്ളിലുള്ള ഓരോ ടേമിൻ്റെയും ഓരോ ഇൻ്റഗ്രൻറ്റിൻ്റെ ടേംസിലും ആക്ട് ചെയ്യുന്ന പോലെ നമുക്ക് എടുക്കാം. സോ ദിസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ടി ഓപ്പറേറ്റിംഗ് ഓൺ ദിസ് വൺ psi of x e raised to ipx by h cross. ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താണ് കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി ഓപ്പറേറ്റിംഗ് ഓൺ ദിസ് വൺ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് psi of x plus a e raised to ip x plus a by h cross dx. അതായത് ഇത് ഈ കേളി ബ്രാക്കറ്റിൽ വരുന്ന മൊത്തം ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഒരു ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ മേലെ ടി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക എക്സ് എന്തായി മാറും? എക്സ് പ്ലസ് എ ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്, ഇ റേസ് ടു ഐ പി എക്സ് പ്ലസ് എ ബൈ എച്ച് ക്രോസ്. അവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ അത് ഇ റേസ് ടു ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ റേസ് ടു ഐ പി എ ബൈ എച്ച് ക്രോസ് ആയിട്ട് മാറും. ഇതിൽ ഇ റേസ് ടു ഐ പി എ ബൈ എച്ച് ക്രോസ് എക്സിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ സിമ്പലിനെ പുറത്തേക്ക് എടുക്കാം. സോ ദ റിമൈനിങ് ടേം ഈസ് ഇ റേസ് ടു psi ഓഫ് എക്സ് പ്ലസ് എ ഇ റേസ് ടു മൈനസ് സൈൻ ഉണ്ട്, മൈനസ്, ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ വരും, ഇ റേസ് ടു മൈനസ് ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് ഡി എക്സ്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, വാട്ട് ഈസ് ദിസ് ടേം? ഈ ഇൻ്റഗ്രൽ എന്താണ്? നമുക്കറിയാം psi ഓഫ് phi ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ psi ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് ഡി എക്സ്. അതായത് psi ഓഫ് എക്സിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് phi ഓഫ് പി. ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് ഏതാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എടുക്കാം. മോഷൻ എലോങ് വൺ ഡയമെൻഷൻ എന്ന് നമുക്ക് വിചാരിക്കാം, എക്സ് ആക്സിസ് മാത്രം. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ലിമിറ്റ്സ് ആണ് ഇവിടെ വരിക, മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. വി ആർ ഇൻ്റഗ്രേറ്റിംഗ് എലോങ് ദി എൻറ്റയർ എക്സ് ആക്സിസ്. അപ്പോൾ ഇത് phi ഓഫ് പി ആണെങ്കിൽ ഇതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ഇൻ്റഗ്രൽ എന്താണ്? ഈ ഇൻ്റഗ്രലും phi ഓഫ് പി തന്നെയായിരിക്കും. അതിൻ്റെ കാരണം നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എൻറ്റയർ എക്സ് ആക്സിസിലാണ്. അപ്പോൾ നമ്മൾ psi ഓഫ് എക്സ് പ്ലസ് എ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താലും, എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എക്സ് എന്നൊരു എ സ്പേസ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, എ യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ psi ഓഫ് എക്സ് പ്ലസ് എ എന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എക്സ് വാരി ചെയ്താലും,
സൈ ഓഫ് എക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് -∞ മുതൽ +∞ വരെ എക്സ് വാരി ചെയ്താലും ഒരേ റിസൾട്ടാണ് കിട്ടുക. എൻറ്റയർ എക്സ് ആക്സിൽ നമ്മൾ സൈ ഓഫ് എക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുന്നത് x+a വെച്ചിട്ടായാലും എക്സ് വെച്ചിട്ടായാലും വ്യത്യാസമൊന്നും വരാനില്ല. അതുകൊണ്ട് ഈ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് ഫൈ ഓഫ് പി തന്നെയായിരിക്കും വരിക. നമ്മുടെ ഫാക്ടർ സെയിം ആണല്ലോ, e⁻⁻ip(x/h cross) ആണ്. സോ റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടുക e⁻⁻ipa/h cross ഫൈ ഓഫ് പി എന്നാണ് വരിക. സോ ടി ആക്ടിങ് ഓൺ ഫൈ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റിസൾട്ട് വരും. ഓക്കെ, ദാറ്റ് ഈസ് 2 ആണ് വരിക ആൻസർ. ഓക്കെ, e⁻⁻iap/h cross ഫൈ പി. ഇതിലിനി എന്തെങ്കിലും സംശയമുണ്ടോ? ഈ റിസൾട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക. പൊസിഷൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ, അതായത് പൊസിഷൻ റെപ്രസെൻറ്റേഷനിൽ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ഡയറക്ഷനിൽ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് x+a ആയിട്ട് മാറുകയാണെങ്കിൽ അത് മൊമെൻറ്റം റെപ്രസെൻറ്റേഷനിൽ കറസ്പോണ്ടിങ് ചേഞ്ച്, പൊസിഷൻ വേവ് ഫംഗ്ഷൻ്റെ മേലെ x+a ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഓപ്പറേറ്റർ മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ്റെ മേലെ ഉണ്ടാക്കുന്ന ചേഞ്ച് e⁻⁻ipa/h cross, അതായത് ബേസിക്കലി മൊമെൻറ്റം വേവ് ഫംഗ്ഷനെ ഒരു 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 ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ് വരിക. അപ്പോൾ ആ ഫാക്ടർ e⁻⁻ipa/h cross ആണ് വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക ആ റിസൾട്ട്. തിരിച്ച് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഈ ഓപ്പറേറ്റർ x-a ടൈപ്പ് ആണെന്ന് വിചാരിച്ചോ, അതായത് പൊസിഷൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ x-a ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ മൊമെൻറ്റം റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്ത് e⁻+ipa/h cross ആണ് വരിക. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ x+a വരുമ്പോൾ e⁻⁻ipa/h cross മൊമെൻറ്റം സ്പേസിൽ വരും. x-a വരുമ്പോൾ e⁻+ipa/h cross മൊമെൻറ്റം വേവ് ഫംഗ്ഷൻ്റെ മേലെ വരും. ഓക്കെ, അത് ട്രൈ ചെയ്ത് നോക്കാവുന്ന. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലത്തിന് ശേഷം നമുക്ക് ബാക്കി ഉള്ള സെക്ഷനിലേക്ക് പോയാൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ബാക്കി പോയിന്റ്സ്. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് this one, unitary operator. Okay, unitary operator and change of basis, ഇത് രണ്ടും റിലേറ്റഡ് ആണ്. Okay, so let us see. What is the idea of a unitary operator? ഒരു ഓപ്പറേറ്റർ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത് അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. എ ഡാഗർ എ, ഒരു ഓപ്പറേറ്റർ എ യൂണിറ്ററി ആണെങ്കിൽ എ ഡാഗർ എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. that is also equal to a dagger. Okay, so this implies that or implies and implied by, we can say a dagger is equal to a inverse. Now let us consider what is meant by change of basis. So this our system has a Hilbert space. Okay, let us say now suppose the old basis, okay, let's write like this. The old basis kets are like this, ket a1, a2, etc. Okay, so let us say, let me use this symbol ket AK. So this is the old basis, and suppose we want to change to a new set of bases, ket B1, B2, etc. Or in general we can represent it as BK. അപ്പോൾ ഒരു ഓൾഡ് ബേസിസ് സെറ്റിന് ന്യൂ ബേസിസ് സെറ്റിലേക്കുള്ള ചേഞ്ച് ഓഫ് ബേസിസ്.
ഈ ചേഞ്ച് ഓഫ് ബേസിസിന് അല്ലെങ്കിൽ ഈ ചേഞ്ച് ഓഫ് ബേസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി ഓപ്പറേറ്ററാണ്. ഓക്കെ, ഈ യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സം ഓവർ ഗെറ്റ് ന്യൂ ബേസിസ് ബ്രാ വെക്റ്റർ ഓൾഡ് ബേസിസ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. നമുക്കറിയാം ഇതൊരു ഔട്ടർ പ്രോഡക്റ്റ് ആണ്. ഇങ്ങനെ ഒരു കെറ്റ് വെക്ടറും ഒരു ബ്രാ വെക്ടറും കൂടി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു ഔട്ടർ പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല ഈ ടൈപ്പ് ഓപ്പറേറ്ററിൻ്റെ ഐഡിയ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഈ ടൈപ്പ് ഒരു ഓപ്പറേറ്റർ എടുത്താൽ ഇത് ചെയ്യുന്നത് എന്താണ്? ഒരു ജനറൽ വെക്ടറിന് ഈ ഓൾഡ് ബേസിസ് കെറ്റിൻ്റെ ഡയറക്ഷനുള്ള ഒരു ജനറൽ വെക്ടറിൻ്റെ കമ്പോണൻറ്റിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ബേസിസ് വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് മാറ്റുക, അതാണ് ചെയ്യുന്നത്. ഇതൊരു തരം റൊട്ടേഷൻ ഓപ്പറേറ്ററാണ്. ഓക്കെ, ഓൾഡ് ബേസിസ് കെറ്റിൽ നിന്ന് ന്യൂ ബേസിസ് കെറ്റിലേക്കുള്ള ഒരു റൊട്ടേഷൻ, ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഈ സിമ്പിൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു സം ഓവർ കെ ബി കെ കെറ്റ് ബി കെ ബ്രാ വെക്റ്റർ എ കെ. ഇങ്ങനെയാണ് ഈ യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, സോ വി ക്യാൻ സേ ദ ചേഞ്ച് ഓഫ് ബേസിസ് ഈസ് എ യൂണിറ്ററി ഓപ്പറേഷൻ and it's a rotation in a Hilbert space. Okay, ഇനി ഈ ചേഞ്ച് ഓഫ് ബേസിസ് നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്ന്, വെക്റ്റേഴ്സിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? ഇപ്പോൾ ഒരു കെറ്റ് ആൽഫ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് ബേസിസ് നടന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? അത് ഓപ്പറേറ്റർ യു ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ ഇങ്ങനെ ഒരു മോഡിഫൈഡ് വെക്ടറായിട്ട് മാറും, യു ആൽഫ. So when the operator u acts on the old ket vector, then we get a new ket vector. Okay, this is the change for the a vector. Okay, so we can say that new ket is equal to u acting on old ket. This one, u acting on ket alpha, you get a new ket vector. Okay. ഇനി നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് വാട്ട് ഈസ് എ മെട്രിക്സ് എലമെന്റ് ഓഫ് യു നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ മെട്രിക്സ് എലമെന്റ്സ് ഓഫ് യു ഇൻ ഓൾഡ് ബേസിസ്. ഓക്കെ, മെട്രിക്സ് എലമെന്റ് ഓഫ് യു ഇൻ ഓൾഡ് ബേസിസ് നമുക്ക് ഇങ്ങനെ എഴുതാം: എ കെ യു സം എ എൽ, ഇങ്ങനെ എഴുതാം. കെ എൽത്ത് എലമെന്റ് യു എന്നുള്ളൊരു ഓപ്പറേറ്ററിന് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്കറിയാം. അതിൻ്റെ കെ എൽത്ത് എലമെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സി, ഇവിടെ നോക്കൂ, യു ഓപ്പറേറ്റിംഗ് ഓൺ ഒരു ബേസിസ് കെറ്റ് എ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ ഒരു യു ഇപ്പോൾ ഒരു ഓൾഡ് കെറ്റിൻ്റെ മേലെ യു ആക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ കെറ്റ് കിട്ടുന്നുണ്ട്, അല്ലേ? ഓൾഡ് കെറ്റിൻ്റെ മേലെ യു ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യൂ കെറ്റ് കിട്ടുക. അതേ ഐഡിയ നമ്മളിവിടെ ഉപയോഗിച്ചാൽ ഈ ഓൾഡ് കെറ്റ് എന്ന് പറയുന്നത് ബേസിസ് കെറ്റിനും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഓൾഡ് ബേസിസ് കെറ്റിൻ്റെ മേലെ യു ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? പുതിയ ബേസിസ് കെറ്റാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടേം എന്ന് പറയുന്നത് ദിസ് ഈസ് നത്തിങ് ബട്ട് കെറ്റ് ബി എൽ ആയിരിക്കും. അതായത് ദിസ് ഈസ് ഈക്വൽ ടു എ കെ യു എ എല്ലിൻ്റെ മേലെ കെറ്റ് എ എല്ലിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കെറ്റ് ബി എൽ ആണ്. അപ്പോൾ ഇതാണ് എന്താണ് മെട്രിക്സ് എലമെന്റ് ഓഫ് യു ഇൻ ഓൾഡ് ബേസിസ്. അതായത് അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക: ഓൾഡ് കെറ്റ്, ഇന്നർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ഓൾഡ് കെറ്റ് ആൻഡ് ന്യൂ കെറ്റ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വെക്ടർ സിമ്പിളാണ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോ വെക്ടർ ഇൻഡെക്സ് ആണ് ഇതിനകത്ത്. ഓക്കെ, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വെക്ടർ ഇൻഡെക്സ് ആണ്, എൽ എന്ന് പറഞ്ഞാൽ കോളം വെക്ടർ ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ എന്താ ഉണ്ടാവുക? അതായത് നമ്മൾ ഫസ്റ്റ് റോയിൽ ഉണ്ടാവുക ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് കോളത്തിൽ പുതിയ കെറ്റ് വെക്ടർ എടുക്കുക, ന്യൂ കെറ്റ് വെക്ടർ. അതിൻ്റെ എല്ലാ കമ്പോണൻസും ഓൾഡ് ബേസിസിലുള്ള എല്ലാ കമ്പോണൻസും ഉണ്ട്. ഈ പുതിയ കെറ്റ് വെക്ടർ എവിടെ നിന്ന് വന്നു? പഴയ കെറ്റ് വെക്ടറിൻ്റെ മേലെ, പഴയ ബേസിസ് വെക്ടറിൻ്റെ മേലെ യു ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ബേസിസ് വെക്ടർ കിട്ടുക. അപ്പോൾ ബേസിക്കലി ഒരു പഴയ ബേസിസ് വെക്ടറിൻ്റെ മേലെ യു ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് നമുക്ക് ഫസ്റ്റ് കോളത്തിലുണ്ടാവും.
ഓക്കെ, നമ്മൾ മുമ്പ് ഒരു ഓപ്പറേറ്ററിൻ്റെ മെട്രിക്സ് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞതാണ്. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റർ ഒരു ഫസ്റ്റ് ബേസിസിൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് കിട്ടുക. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബേസിസ് വെക്ടറിൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരും. ഇങ്ങനെയാണ് അതിൻ്റെ മെട്രിക്സ് എലമെൻറ്റ്സ് ഉണ്ടാവുക. ഇതേ സ്ട്രക്ചറാണ് ഈ ഓൾഡ് കെറ്റ് ന്യൂ കെറ്റ് അതിലുള്ള ഇതേ സ്ട്രക്ചറാണ് നമ്മൾ ഇപ്പം റിയൽ സ്പേസിലുള്ള നമ്മൾ കണ്ടു. ഇപ്പം യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. ഈ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റൊട്ടേഷൻ ഇൻ ദ ഹിൽബർട്ട് സ്പേസ്. നമ്മൾ ഓർഡിനറി 3 ഡയമെൻഷണൽ സ്പേസിലുള്ള റൊട്ടേഷൻ എടുത്താൽ, അതിൻ്റെ റൊട്ടേഷൻ മെട്രിക്സ് എടുത്താൽ, ആ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ സ്ട്രക്ചർ ഇതേപോലെ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ന്യൂ ബേസിസ് വെക്ടറിന് ഓൾഡ് ബേസിസ് വെക്ടേഴ്സിലുള്ള കമ്പോണൻസ് കിട്ടും. അങ്ങനെയാണ് ഓരോന്നും കിട്ടുക. അപ്പോൾ ഇത് പിന്നെ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും ചെയ്യും. അപ്പോൾ ഈ യൂണിറ്ററി മെട്രിക്സിൻ്റെ റിയൽ സ്പേസിലെ പിന്നെ വേർഷനാണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഓക്കെ, ഇനിയിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ഈ മെട്രിക്സിൻ്റെ സ്ഥാനത്ത് മെട്രിക്സിനെ നമുക്ക് ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. മെട്രിക്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഓപ്പറേറ്റർ ക്വാണ്ടം മെക്കാനിക്സിൽ. സോ 3 ഡയമെൻഷണൽ റൊട്ടേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ റൊട്ടേഷൻ ഓപ്പറേറ്ററിൻ്റെ സ്ട്രക്ചർ ഇതേ സ്ട്രക്ചർ തന്നെയാണ്. അവിടുത്തെ റിയൽ സ്പേസിലുള്ള റൊട്ടേഷനെയാണ് കാണിക്കുന്നതെങ്കിൽ ഈ ചേഞ്ച് ഓഫ് ബേസിസിനകത്ത് വരുന്ന യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഹിൽബർട്ട് സ്പേസിൽ ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസിലെ റൊട്ടേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Let's consider this one. Problem 5. ഇത് 2015 ജൂണിൽ വന്ന പാർട്ട് സിയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് സിക്ക് 5 മാർക്കാണ്. 2 different sets of orthogonal basis vectors 1 0 and 0 1 and okay, അപ്പോൾ ഇത് 2 സെറ്റ് ഓർത്തോഗണൽ ബേസിസ് വെക്ടേഴ്സ് ഉണ്ട്. 2 സെറ്റ്. ഫസ്റ്റ് സെറ്റിൽ 1 0 0 1, സെക്കൻഡ് സെറ്റിൽ 1/√2 times 1 1 1/√2 times 1 minus 1. ഇത് രണ്ടും നോർമലൈസ്ഡ് ആണ്. ഓർത്തോഗണൽ മാത്രമല്ല നോർമലൈസ്ഡ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് 1 ആണ് കിട്ടുക. So they are given for a 2-dimensional real vector space. The matrix representation of a linear operator A in these bases are related by a unitary transformation. Okay, ഈ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കത് ഈ പ്രോബ്ലം ചെയ്തതിന് ശേഷം പറയാം. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമ്മൾ നേരത്തെ ഒരു വെക്ടർ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഓപ്പറേറ്റർ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുക അണ്ടർ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതും കൂടി പറയാം. അത് ഈ പ്രോബ്ലം ചെയ്യാൻ അത് ആവശ്യം വരില്ല. സോ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ എ ഇൻ ദീസ് ബേസസ് ആർ റിലേറ്റഡ് ബൈ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. യൂണിറ്ററി മാട്രിക്സ് മേ ബി ചോസൺ ടു ബി. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് ബേസിസ് 1 0 0 1 എന്നുള്ള ഒരു ബേസിസ് സെറ്റിൽ നിന്ന് 1/√2 times 1 1 1/√2 times 1 minus 1 എന്നുള്ള ഒരു ബേസിസ് സെറ്റിലേക്കുള്ള യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ അതിന് കാരണമാവുന്ന യൂണിറ്ററി മാട്രിക്സ് നമുക്ക് എങ്ങനെ ഏതായിരിക്കും ഇതിനകത്ത് ഏതാണ് ചോദ്യം. അപ്പോൾ ഈ യൂണിറ്ററി മാട്രിക്സിൻ്റെ മെട്രിക്സ് എലമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സ് എലമെൻറ്റ്സിന് ഇക്വേഷൻ എന്താണ്? മെട്രിക്സ് എലമെൻറ്റ് ബേസിക്കലി ഇങ്ങനെയാണല്ലോ വരിക. ഓൾഡ് കെറ്റ് ന്യൂ കെറ്റ്, ഇതായിരിക്കും മെട്രിക്സ് എലമെൻറ്റ് സ്ട്രക്ചർ. അപ്പം നമുക്ക് ഓൾഡ് കെറ്റും ന്യൂ കെറ്റും ഒരു ഇൻഡെക്സ് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഒരു ഇൻഡെക്സ് ചൂസ് ചെയ്യാം. ലെറ്റ് ket 1 equal to 1 0, ket 2 equal to 0 1. ഇതാണ് ഓൾഡ് കെറ്റ്. ഓക്കെ, ഇനി ന്യൂ കെറ്റ്, ഇത് ഓൾഡ്. ന്യൂ കെറ്റ് ഞാൻ ഇങ്ങനെ എഴുതാം. ket 1 prime equal to 1/√2 1 1 and ket 2 prime equal to 1/√2 1 minus 1. ഓക്കെ, ഇങ്ങനെ ചൂസ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് മെട്രിക്സ് എലമെൻറ്റ് വരുന്നത് നോക്കാം. അപ്പോൾ മെട്രിക്സ് എലമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഫസ്റ്റ് ന്യൂ കെറ്റ് എടുക്കുക, അതായത് ket 1 പ്രൈം, അതിൻ്റെ 2 കമ്പോണൻറ്റ് വരും. അപ്പോൾ ഇങ്ങനെ വരും. ബ്രാവെക്ടർ 1 ket 1 പ്രൈം, ബ്രാവെക്ടർ 2 ket 1 പ്രൈം. അപ്പോൾ ket 1 പ്രൈമിൻ്റെ മേലെ
അല്ലെ ket 1 പ്രൈമിൻ്റെ ket 1 പ്രൈം എന്ന് പറഞ്ഞാൽ പുതിയ കെറ്റ് വെക്ടർ ആണല്ലോ. അതായത് ഓൾഡ് കെറ്റ് വെക്ടറിന് ഓൾഡ് ബേസിസ് കെറ്റിന് യൂണിറ്ററി ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ചേഞ്ച് ആണ് ന്യൂ ബേസിസ് കെറ്റ്. അപ്പോൾ അതിൻ്റെ രണ്ട് കമ്പോണൻസും നമുക്ക് കിട്ടി ഓൾഡ് കെറ്റിലുള്ള. ഇനി ഇതേപോലെ ket 2 പ്രൈമിൻ്റെ രണ്ട് കമ്പോണൻസ് 1 2 പ്രൈം ആൻഡ് 2 പ്രൈം ഇതാണ് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണ്ടെത്തണം, ഇതിൻ്റെ വാല്യൂസ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ket 1 പ്രൈം ബ്രാവെക്ടർ 1 ket 1 പ്രൈം. ബ്രാവെക്ടർ 1 ket 1 പ്രൈം എന്ന് പറഞ്ഞാൽ ഒരു 1/√2 മാറ്റി വയ്ക്കാം. ബ്രാവെക്ടർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 റോ വെക്ടർ വരും. കെറ്റ് വെക്ടർ 1 എന്ന് പറഞ്ഞാൽ 1/√2 നമ്മൾ ആദ്യം എഴുതും. അപ്പോൾ എന്താണ് വരുന്നത് 1/√2. ഇത് മൾട്ടിപ്ലൈ കിട്ടുക 1 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ അടുത്തത് 2 1 പ്രൈം. 2 1 പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 വീണ്ടും മാറ്റി വെച്ചു. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 റോ വെക്ടർ 0 1. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടുക 1/√2 എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്തത് 1 2 പ്രൈം. അഗെയിൻ 1/√2 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ബ്രാവെക്ടർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോ വെക്ടറാണ് വരിക. 2 പ്രൈം എന്ന് പറയുമ്പോൾ 1 -1 ശരിയല്ലേ. സോ ദിസ് ഈസ് അഗെയിൻ 1/√2. 2 പ്രൈം 1/√2 0 1 1 -1. ഇവിടെ -1/√2 എന്നാണ് കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ കോളം 1/√2 1/√2, അടുത്ത കോളം 1/√2 -1/√2. 1/√2 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എഴുതാം. സോ 1/√2 ഇൻറ്റു 1 1 1 -1. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. നമ്മുടെ 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ 3 ആണ്. 1 1 1 -1. സോ ദിസ് ഇസ് ദ 3 ആണ് ആൻസർ ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഓരോ കോളമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, ന്യൂ കെറ്റ് എടുക്കുക. ഫസ്റ്റ് ന്യൂ കെറ്റിൻ്റെ എല്ലാ കമ്പോണൻസും, സെക്കൻഡ് ന്യൂ കെറ്റിൻ്റെ എല്ലാ കമ്പോണൻസും, ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് അതിന് വരിക. സോ ദിസ് ഇസ് എ യൂണിറ്ററി ഓപ്പറേറ്റർ ഫോർ ദിസ് ചേഞ്ച് ഓഫ് ബേസിസ്. ഓക്കെ ഓക്കെ ഇത്രയാണ് യൂണിറ്ററി ഓപ്പറേറ്ററിനെ കുറിച്ചും ചേഞ്ച് ഓഫ് ബേസിസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളത്. Let us now go to postulate 3. Postulate 3 canonical commutation റൂൾസിനെ പറ്റിയാണ്. അപ്പോൾ postulate 3 ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് കമ്മ്യൂട്ടേറ്റർ എന്ന് നോക്കാം. So what is the idea of a commutator? Now suppose we have two operators A and B acting on a general ket vector in this fashion, one after the other. Okay, so here what happens is B is acting on ket alpha. So this is happening first. Okay, so this is happening first. B is acting on ket alpha, so we get a new vector, maybe ket beta. Then on this ket beta, A is acting. Okay, and then we get something else, some other vector. Now let us consider another scenario like this. Again, B and A and B are acting on ket alpha, but here this time A is acting first. This is happening first. A is acting on ket alpha. Okay, so what is the result of A acting on ket alpha? It can be, it will be a different vector, let us say ket gamma. Okay, and on this ket gamma, B is acting. So in general, we can say that the final states in these two cases will be different. Initially, in the first case, B is acting on ket alpha, we get some ket beta, and A is acting on ket beta, we get some state. In the second situation, A is acting on ket alpha, let us say we get ket beta, okay, or let us say ket gamma, then B is acting on ket gamma. So these final states can be in general different. So these two results, final states can be in general different. So if for any two operators, for any state alpha, this condition is there, that means
first B is acting on this get alpha and A acting next, we get some result, some state, some final state, and first A is acting on get alpha and then B acts in the reverse order, then we get some other state. Then we can say that AB is not equal to BA. The operator AB is not equal to operator B, because when this operator AB, you can consider this operator AB as a single operator. When it acts on ket alpha, we get some state. When operator BA acts on ket alpha, we get some other state. So in general, AB is not equal to BA, or we can say AB minus BA, this operator is non-zero. So AB is an operator, BA is an operator. So AB minus BA is also an operator. This operator is non-zero. So this operator AB minus BA is defined as commutator. So commutator is defined as the square bracket A comma B is equal to AB minus BA. So this AB minus BA is defined as commutator. It's an operator. Okay, and if AB minus BA equal to 0, it means that A and B are commuting operators. Okay, AB equal to BA. These A and B are called commuting operators. And if A comma B, this commutator is non-zero, then A and B are non-commuting operators. AB is not equal to BA. Non-commuting operators. Now, what are the properties of this commutator? There are different properties. First one, we can say AB is equal to minus BA. If you change the order in a commutator, you get a minus sign. Okay, and then this identity operator can commute with any operator. So commutator I comma A is 0. Then a scalar can commute with any operator A. Okay, a scalar commutator with commutator of a scalar with an operator. This we can write as A times I comma A. Okay, that's equal to 0. So a scalar can commute with small a is a scalar, it can commute with any operator. And another result is an operator always commutes with itself. Okay. Then comes two important very useful identities. That is, you have commutator of A with product of two operators B, C. Okay. So commutator A with product of two operators B, C. Then this can be expanded as B A comma C plus A comma B C. Since these operators are in general non-commuting, the position where we place B and C outside the commutator bracket are important. B is on the left side, C is on the right side. Okay. See here, treat B as a single operator. Then in the expansion, here B comes, B is on the left side of the product BC, right? So when you take B outside, you have to put it on the left side of the commutator. So B comma AC plus here C is on the right side of the product. So when you take C outside, it should be placed right of the commutator, A comma B C. Now another version of the same identity is if the product happens on the first factor AB comma C, the expansion is same type. First you take A outside and put it on the left side. So A comma BC, so A into BC plus AC into B. So basically what we are taking A outside, then BC, take the commutator BC, B outside, take the commutator AC. But when you take A and B outside, you have to put it on the left side or right side in the same order as they appear in this product AB. Okay, the proofs are simple. You can try to prove them by starting with the, maybe it is easier to start with the right side. You can try that. And then one more important result and identity is there. It is, consider this commutator A comma commutator BC. Okay, the second term is the second operator is another commutator.
this plus, then you write down two more cyclic terms, a, b, c. Cyclically you can change. Instead of a, put b. Instead of b, put c. Instead of c, put a. Okay, plus c, comma, instead of c you put a, instead of a you put b. Now this is equal to 0. So this identity also you can prove by expanding the terms, each term on the left side. Okay, and then there is another operator called anti-commutator. This idea is useful for many operators. Usually we use the simple curly bracket for the anti-commutator, and this is equal to ab plus b. The anti-commutator a comma b is in curly bracket, it is ab plus b. Now there is one more result involving commutator as well as anti-commutator, that is a commutator bracket a comma, and the second element is an anti-commutator. Okay, now this is equal to anti-commutator, this is equal, not plus. Okay, so this left hand side commutator between a and the second element is an anti-commutator between b and c, and this is equal to anti-commutator a comma b c plus anti-commutator a comma c b. Okay, so again you can try to prove all these results. First four are very obvious. 5 and 6 you can try to prove from the right side. 7 you can try to prove by expanding each term. You repeatedly use the idea of commutator, the definition of commutator, and from the definition of this anti-commutator you can try to prove this identity by expanding the right side. Okay, then you can try to show this identity. Now, having defined what is a commutator, now we can go to postulate 3, canonical commutation rules. Canonical commutation rules. Okay. The canonical commutation rules are given by this equation. Not anti-commutator, but we need commutator. Okay. So consider the commutator between qj and pk, where qj is canonical coordinate, position coordinate, and pk is or pkr, the canonical momentum coordinates. Now this is equal to IH cross delta jk, where I is square root of -1. So this is called canonical commutation rules, where j and k are 1, 2, 3, or equivalently they represent x, y, z components of position coordinate and momentum coordinates. Now let us consider different special cases. Put j equal to 1 and k equal to 1, and you can see that if because of this Kronecker delta symbol, okay, consider this Kronecker delta symbol here. So it means that if j and k are different, right side will be 0. Okay, right side will be 0 if j is not equal to k. So let us consider the situations where j and k are same. So j equal to k equal to 1. Then okay, what are these terms now? Now q1 is equal to x, and p1 is equal to px. Okay, then this equation becomes x comma px is equal to IH cross. Okay, delta jk, if j is equal to k, delta jk Kronecker delta is 1. Now, similarly, you can write down y comma py is IH cross, z comma pz is IH cross. Okay,
and these relations are called Heisenberg's commutation rules between position and momentum coordinates. Okay, Heisenberg's commutation rules between position and momentum operators. Okay, and not only this, Heisenberg's commutation rules include what happens when J is not equal to K. Okay, that is if you take other combinations like x comma py, okay, or x comma pz, these are all 0. Similarly, y comma py is IH cross, but y comma px, y comma pz, these are all 0. Okay, in other words, x and py are commuting operators, whereas x and px are not commuting operators, they are non-commuting operators. And similarly, we can add z comma px and z comma py are 0. Okay, so there are different components of position and momenta are commuting operators, whereas same components of position and momenta are non-commuting operators. Okay, and that's the commutation rule, Heisenberg's commutation rule. So Heisenberg's commutation rule is a special case of canonical commutation rule. Canonical commutation rule is more general, and of which one particular example is Heisenberg's commutation rule between position and momentum. Now consider another example, canonical commutation rule. Let J equal to K equal to 3. Okay, then what you get is so we have Q3 P3 is equal to IH cross, right? Delta JK is 1. Now let this Q3 be instead of Z, let us choose this Q3 as azimuthal angle phi. Okay, then the corresponding P3, that is canonically, it's called canonically conjugate momentum, and that quantity will be LZ. So phi, this is LZ. So phi comma the commutator between phi and LZ is IH cross. This is another canonical commutation rule where this. So the point is that in canonical commutation rule, if you look at the general expression for canonical commutation rule, it contains Qj and Pk. Okay, that's equal to IH cross delta Jk. This Qj and Pk need not be position coordinate and linear momentum. If Qj is position coordinate, Pk values are linear momentum components. On the other hand, if Qj is an angle, okay, if Q3 is an angle, then corresponding linear momentum turns out to be angular momentum along the axis about which the angle is measured. So that is the commutation relationship between azimuthal angle and z component of orbital angular momentum. Phi Lz is equal to IH cross. Okay. So these are examples of canonical commutation rules. In the case of linear momentum and position, these rules are called Heisenberg's commutation rule between position and momentum coordinates. But there are other canonical commutation rules, for example, between phi and Lz. Now let us consider some non-canonical commutation rules. Okay, all the commutation rules between operators are not canonical commutation rules. So let us consider some non-canonical commutation rules. Non-canonical commutation rules. This is one example. Lx comma Ly is equal to IH cross Lz. Okay, between components of angular momentum operator, and there are three such terms. Two more such terms are there. You can get them by cyclically changing Lx, Ly and Lz. Okay,
Then similar computation rules are there between spin components. Sx comma sy is ih cross sz and cyclic terms. Okay, so this is not a canonical commutation rule. Because in a canonical commutation rule you will get only ih cross on the right side. Here there is an extra operator there. Okay, now we can combine these canonical commutation rules between angular momentum operators. For example, we can use this type of a notation: li comma lj in square brackets is equal to ih cross epsilon ijk lk. Okay, so this contains many relationships. Li comma lj ih cross epsilon ijk lk, and here this I in ih cross, this is equal to square root of -1. It represents the imaginary term, whereas ijk in this this is called Levi-Civita symbol. Okay, now ijk here in Levi-Civita symbol represents 1, 2, 3. They are just indices, or we can also say x, y, z. Okay, they are indices. Now yeah, and one more point here is when we write it here like epsilon ijk lk, epsilon ijk lk, here this k appears twice. Okay, now this indicates a summation. You have to sum over k over all possible values 1, 2, 3. Okay, so this is the these are the rules in which we write commutation rules using Levi-Civita symbol. Li lj equal to ih cross epsilon ijk lk. So understand that the index of Levi-Civita symbol are 1, 2, 3 or x, y, z, whereas the I in ih cross is square root of -1. The two i's are different. Okay, and what else we need to know about Levi-Civita symbol? One thing is that this k indicates, repeated k index indicates that it's a dummy index, and we need to sum over all possible values of k. Okay, and then this about this Levi-Civita term symbol epsilon ijk, we need to know some properties. One is that epsilon 1, 2, 3, okay, and all cyclic permutations of indices and cyclic permutations of indices, or simply say, let's say cyclic permutations. Okay, and this is equal to +1. Epsilon 1, 2, 3 and cyclic permutation of indices is equal to +1. And secondly, epsilon 2, 1, 3 and cyclic permutations of indices, and this is equal to -1. So the difference between epsilon 1, 2, 3 and 2, 1, 3 is that this 1 and 2 are interchanged, right? 1 and 2 are interchanged. So when you interchange any two indices in Levi-Civita symbol, you get a -1. Okay, you get a minus sign, and there is epsilon 2, 1, 3 and its cyclic permutations give you -1. And third property is that epsilon ijk is equal to 0 if any two indices are the same. If any two indices are the same, that is terms like epsilon 1, 1, 2 or 1, 2, 2, these type of terms are all 0. If any two indices are the same, it's 0. So using these three properties, we can show that this relationship, okay, this relation Li Lj equal to ih cross epsilon ijk lk, and this reproduces all the
permutation, all the commutation rules from cyclic permutations. And similarly, we can write down this type of a relationship for spin operators also. That is, we can write Si Sj equals IH cross epsilon jk epsilon ijk sk. Okay. Now this is the content of the third postulate of quantum mechanics. How to or what are the Heisenberg's canonical commutation rules? Heisenberg's canonical commutation rules in general. From that we get Heisenberg's commutation rules. From that we can get commutation rules between phi and Lz. Okay, and also there are non-canonical commutation rules. Okay. Yeah. Now we can go to some, and one more point. Why do we need these commutation rules? Is we construct we know that corresponding to every physical quantity there is an operator in quantum mechanics. So how do we construct a quantum mechanical operator? From the classical quantity, suppose you can first step is you rewrite the classical quantity in terms of position and momentum coordinates. Then when you convert this into an operator, what you do is instead of position, you can use a position operator, and for the classical quantity is expressed as a function of position and momentum. Okay, so instead of position we substitute position operator, instead of momentum we substitute momentum operator. So what is the nature of position and momentum operator? That depends upon the choice of basis. If you usually we choose coordinate basis. In coordinate basis, position operator is a multiplicative or a term, and momentum operator is minus IH cross dou by dou x, or in 3 dimension minus IH cross del. Okay, so this type of this is the prescription for constructing a quantum mechanical operator from a classical physical quantity. But there is an additional element to this prescription. We have to ensure that the final quantum mechanical operator is a Hermitian operator. So that means you have to ensure that daggering or taking a Hermitian conjugate, okay, that is transpose plus complex conjugate. This daggering will result in same operator. A dagger should be equal to A. Okay, so whatever operator that we construct as a combination of different other operators, finally you have to get that it should be a Hermitian operator. Okay, so that is the prescription for constructing a quantum mechanical operator from a classical physical quantity. Then there is this issue, how do this fundamental operators, that is position and momentum operators, behave? So that is why we need this canonical commutation rules to get the structure or properties of position and momentum operators. Okay, now there are suppose there is a situation where corresponding to a quantum mechanical operator there is no classical quantity, classical physical quantity. Then we have to construct the quantum mechanical operator from the commutation rules obeyed by the operator. Okay, so for example, spin is such a quantity. For spin there is no classical counterpart. There is no classical physical quantity corresponding to spin. Okay, spin, the quantity spin. So there is we introduce a spin operator, and we construct this operator from the commutation rules. What is the commutation rules between spin operator? This is the commutation. Okay, Sx comma Sy equal to IH cross Sz, and cyclically it goes like that. Okay, so the importance of commutation rules, whether canonical or non-canonical, is that these commutation rules decide the structure of the nature of the operator. Okay, consider the operator A equals x plus dx. A is an operator, small a is an operator. X, that is its structure is x plus dx, acting on
smooth functions of x. The commutator a comma cos x. So don't assume that a is a scalar, a is an operator here. A comma cos x is what? Okay, so this is a question from December 2016 paper of net exam from part B. So how do we do this? So when a commutator is given, we want to evaluate a commutator a cos x. This is the commutator we want to evaluate. So what we should do is, let us remember that commutator is an operator. Let us operate this on some wave function psi of x. Okay, so these operators can act on smooth functions of x. So let us consider some arbitrary wave function on which this operator operates. Then what is the result? Let us see what is the result. And if this is, since psi of x is an arbitrary operator, then arbitrary wave function, and finally after evaluating this, we can put aside psi of x and we can write the operator equation. Okay, that is idea. So a cos x acting on psi of x, this is equal to a cos x psi of x minus cos x into a psi of x. Okay, we have expanded a cos commutator a comma cos x, a cos x minus cos x a, and they act on psi of x. Now let us substitute for a. What is a? It is x plus d by dx. So x plus d by dx acting on cos x psi of x, okay, minus cos x into, again instead of a we can write x plus d by dx acting on psi of x. Okay, now let us evaluate this. Now this is equal to, let us expand the bracket. So first x acting on cos x psi of x, but action of x is simply a multiplicative operation, so x into cos x psi of x, that's the first term, plus next term is d by dx of cos x psi of x. So here notice that this d by dx is applicable to both cos x and psi of x, so we have to use the product rule, minus next term is cos x x psi of x minus cos x d by dx of psi of x. Okay, and immediately we can see that this term and this term will cancel, because since x is a multiplicative operator, we can write it anywhere. So x cos x is same as cos x into x. So the first term and third term are the same, they will cancel. Then here in the second term we can use a product rule. First term will be cos x first function into derivative of second function, okay, plus then next is derivative of first function into second function. What is the derivative of first function? So minus sin x. Derivative of cos x is minus sin x into second function. Then the fourth term is cos x d by dx of psi of x. Now here again this cos x d psi by dx and minus cos x d psi by dx will cancel, so we get minus sin x into psi of x. So we started with the idea that this operator, look at the left hand side, operator a comma cos x acting on psi of x. Psi of x is an arbitrary function, and we on the right side we end up like this, minus sin x acting on, minus sin x times psi of x. So since if we remove psi of x from both sides, the operator equation will be a comma cos x is equal to minus sin x. Maybe we can put an identity also in order to introduce an operator on the right side, minus sin x into I. So the value of commutator a comma cos x is minus sin x. So if you look at the four options, answer is 1, minus sin x. Okay. Then let's go to the next problem. Problem 7. This appears in December 2019 exam in part C. So this is the problem. Let
x cap and p cap denote position and momentum operators. So sometimes in order to distinguish the operator from the eigenvalue or eigenvalue, sometimes we put a cap. Okay, so let's x cap and p cap denote position and momentum operators obeying the commutation relation x comma p is equal to IH cross. Okay, we have just seen that. If x denotes an ket x denotes an eigenstate of x cap corresponding to the eigenvalue x, then e raised to ia p by h cross acting on ket x is, okay, the four options are e raised to ia ket p by operator p by h cross acting on ket x is an eigenstate of ket x operator x corresponding to the eigenvalue x, an eigenstate of operator x corresponding to the eigenvalue x plus a, an eigenstate of x corresponding to the eigenvalue x minus a. Okay, not an eigenstate of x. Okay, how do we do this problem? So we want to see what is this e raised to ia p by h cross x acting on ket x. What happens when this operator e raised to ia ket p by h cross, it's an operator because ket not ket p cap, e raised to ia p cap by h cross. P cap is an operator, so function of an operator is an operator. So this e raised to ia p by h cross is an operator. What happens when it operates on ket x? Does it remain an eigenstate of a position operator? If so, what is the eigenvalue? Or is it not an eigenstate of x? I think in the last one we have to put an x cap here, an eigenstate of x cap. Right. So how do we try to solve this? Okay. So we start with this state e raised to I a p by h cross acting on ket x. We want to see whether it is an eigenstate of x cap. If so, what is the eigenvalue? Then what do we do is, if this operator acts on ket x, we get a modified state, and we want to see what happens when x cap acts on this modified state. This is what we want to do. Okay. For that, what I am going to do is, I will approximately write this exponential operator as a linear operator like this. This is approximately equal to x cap. Instead of, we know that e raised to x we can expand as 1 plus x by 1 factorial plus x square by 2 factorial, etc. So here I am assuming that this a is a small quantity. Okay, this a, where is a? Yeah, a is some small quantity, so that this exponential term I can linearly approximate it as 1 plus, instead of x, what you get is a p by h cross, I a p by h cross. Okay, I a p by h cross is the power factor. So e raised to x is 1 plus x by 1 factor. So instead of x we have this e raised to I a p cap by h cross. And okay, this is the operator, okay, linearized operator acting on ket x. Okay, now we can open the bracket. So this is, we can multiply both terms with x cap. So x cap plus I a by h cross x cap p cap acting on ket x. Now the first term we know the result. What happens when x cap acts on ket x? We know that ket x is an eigenstate of x cap operator corresponding to the eigenvalue x. So what you get is x times ket x. Okay, but what happens when p cap acts on ket x? We don't know. We don't know what happens.
So what we want to do is, let us rewrite this x cap p cap term. We know that here, there is a commutation rule between x cap and p cap. Commutator x cap p cap is equal to IH cross. It means that xp minus px is equal to IH cross. It means that xp you can rewrite in terms of px, that is xp is equal to IH cross plus px. Okay, so in this here in this operator combination, p is on the right side, x is on the left side. So that means p ket operator p has to act on ket x first, but we don't know the result. Okay, so what I am trying to do is, instead of this xp, I am trying to rewrite it like this. Okay, see, I am trying to rewrite it like this. xp is equal to IH cross plus px. So let us substitute that here. So we have I a by h cross. Instead of xp, I am writing IH cross plus px. Okay, and this acts on ket x. So this is x into ket x plus so what is the first term here? I into I square is minus a, h cross will cancel, so minus a x, right, plus I a by h cross operator p. Okay, yeah, when x cap acts on x, we get x into ket x like this. Now this is approximately, now in the first two terms we can take ket x outside, then we can write this as x minus a ket x. Okay, so in this there is only one term here, but if somehow we can write this in terms of x minus a, then we can take x minus a outside as common. Okay, so let us try to establish this. So what I am trying to do is this I a by h cross operator p, and here what I am doing is I simply along with x, I simply subtract a and add a like this, ket x. Okay, so the two terms we can write as x minus a ket x plus I a by h cross p. I will rewrite this as two terms. First term is x minus a ket x plus the second term is I a by h cross p a times ket x. Now look at this last term. This last term contains it's a function of a square. We can write it as I a square p by h cross acting on ket x. Okay, since a square is there, we can say that this term is approximately 0 because a is assumed as a very small quantity. Remember that when we tried to expand this exponential operator e raised to I a p by h cross, we have approximated it as a linear operator. That means we have neglected terms involving a square, a cube, etc. We have assumed that a is a small quantity. So let us use that assumption here also, and since a square appears here twice, a appears twice, we can neglect this term also, because already we have done this approximation, so we are neglecting this here also. Okay, so when if a square is neglected in this way, then this is approximately equal to x minus a times, okay, 1 plus I a by h cross p. Okay, and this acting on ket x. Okay, now again let us go back to exponential operator. So we can write it as this is exactly equal to x minus a. This term in the square bracket, we can say that it's a first order approximation or first linear approximation of exponential operator.
So if we go back to this exponential operator, we get e raised to ia by h cross p acting on x. Okay. So what is the result? We started from the left side like this. Okay, I will code that result here. When x operator acts on this alternated function e raised to ia by h cross operator p acting on ket x. When x operator acts on this modified ket, what you get is x minus a times the same one, e raised to ia by h cross p acting on ket x. Okay, it shows that the term in the curly bracket, that term is an eigen ket of position operator corresponding to the eigenvalue x minus a. Okay, so what are our four options? A, an eigenstate of x cap corresponding to the eigenvalue x, an eigenstate of x cap corresponding to the eigenvalue x plus a, C is an eigenstate of x cap corresponding to the eigenvalue x minus a, and D not an eigenstate of x cap. So the correct answer is C. Okay, so we can see that e raised to ia p by h cross ket x, this is an eigenstate of x corresponding to the eigenvalue x minus a. That's what we get in this final result. So when this ket x is multiplied with a phase factor e raised to ia by h cross into p cap, where p cap is the momentum operator, then it's still even if that phase factor is there, which is an operator, that phase factor is an operator, still it remains an eigenket of position operator. Now the eigenvalue is shifted as x minus a. Now we can show that if this extra factor that we multiply this ket x is e raised to minus ia by h cross ket p, not ket p, momentum operator, then we will get x plus a. Okay. So this result is connected. You can compare this with we have done a problem where the relationship between two Fourier transforms when a translation operator acts. So a linear translation in position coordinate representation is equivalent to a multiplication with a power factor in momentum representation. Now here this is somewhat connected in the sense that if you take a position basis and you multiply it with a power factor, that amounts to a linear a change in eigenvalue by x minus a. So they are connected in some way, so you have to compare them. Okay, now we can stop here. So in today's class, what we have covered, what topic we have considered are we started with point 8, usefulness of completeness condition, then relationship between wave function and ket, unitary operator, change of basis, and the idea of commutator. We have also discussed postulate 3, canonical commutation rules. Okay, so the next few postulates we will consider, and the related problems we will consider in the next class.